ഹായ് ഗൈസ്, ഇന്ന് ഒരു ജോഷുള്ള ഒരു വീഡിയോ ആണ് ഞാനിടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒരു ജോഷായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ മലയാളീസിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ലേഡീസ് മാത്രമുള്ള ഒരു ഗെറ്റ് ടുഗദർ, അത് ഞങ്ങൾ മന്ത്ലി ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്തു. നമ്മളൊരു ചിട്ടി നടത്താമെന്ന്, ചുമ്മാ ഒരു ഗെറ്റ് ടുഗദർ തമ്മിലൊന്ന് കാണുക മാസത്തിൽ ഒരു ദിവസം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു ചിട്ടി ഗ്രൂപ്പ് ഫോം ചെയ്ത്. അപ്പോൾ അതിലൊരു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉണ്ട് മലയാളീസ്. അപ്പോൾ ഞങ്ങൾ മാസത്തിൽ ഇങ്ങനെ നറുക്കെടുക്കും. നറുക്കെടുക്ക് കിട്ടുന്ന ആളുടെ വീട്ടിൽ നെക്സ്റ്റ് ചിട്ടി അങ്ങനെ. അപ്പോൾ ഒരു തുക ഞങ്ങൾ ഇട്ടു. വെറുതെ കൂടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓർത്തെന്നാൽ ഒരു ചിട്ടി പോലെ ഒരു നറുക്കെടുപ്പ് ഇട്ടിട്ട് കുറച്ച് തുക നമുക്ക് സേവ് ചെയ്യാം എന്നുള്ള വിചാരിച്ച് അങ്ങനെ നറുക്കെടുക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ കുട്ടികളിൽ ആരെങ്കിലും ആയിരിക്കും കേട്ടോ ആ നറുക്കൊക്കെ എടുക്കണത്. എന്നിട്ട് നറുക്കെടുക്കണ വീട്ടിൽ പിന്നത്തെ ചിട്ടി ഗ്രൂപ്പ് നടത്തും. അപ്പോൾ അവിടെ സ്നാക്സൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും എല്ലാ മാസവും ഈ ചിട്ടി കൂടാനായിട്ട്. കാരണം നമുക്ക് കാണുകയും ചെയ്യാം, എല്ലാവരും കൂടി ഒരു സംസാരമൊക്കെ ആവുമല്ലോ. കലബിലാ സംസാരമായിരിക്കും, ലേഡീസല്ലേ, പ്രത്യേകിച്ച് മലയാളി കൂട്ടായ്മയാകുമ്പോൾ. ഇപ്പോൾ അന്യ സ്ഥലത്തൊക്കെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് മലയാളീസിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ബോണ്ട് വരുമല്ലോ. അതുപോലെ ആട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ചിട്ടി തുടങ്ങണേക്ക് മുമ്പേ ഞങ്ങൾ ചായ കുടിയും സ്നാക്സും ബഹളമൊക്കെ ആട്ടോ. അപ്പോൾ ഇത്തവണ ഷാനിയയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഷാനിയ പ്രത്യേകമായിട്ട് നമുക്ക് ചക്കട, പിന്നെ വട്ടയപ്പം പുഴുങ്ങിയത്, പിന്നെ മോമോസ്, അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പ്രീമ ഒരു സംരംഭം, ചെറിയൊരു സംരംഭം തുടങ്ങി, മോമോസിൻ്റെ സെയില്. അപ്പോൾ അത് നമ്മൾ ഇത്തവണ ഷാനിയ അത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ. അപ്പോൾ മോമോസ് അവിടെ തന്നെ വന്നിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്തതാട്ടോ. വീട്ടിൽ നിന്ന് പ്രീമ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഷാനിയുടെ വീട്ടിൽ വന്നത് സ്റ്റീം ചെയ്ത് റെഡിയായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തവണ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി മോമോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട്. അപ്പോൾ ഇതാണ് പ്രീമ. അപ്പോൾ പ്രീമയാണ് മോമോസിൻ്റെ സംരംഭക. അത് കാണുന്നതാണ് ഷാനിയ. അപ്പോൾ ഓരോരുത്തരെയായിട്ടൊക്കെ പരിചയപ്പെടുത്താൻ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ എൻ്റെ കൂടെ അമ്മച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചീനെയും കാണിക്കാമല്ലോ എല്ലാ മലയാളീസിനെയും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉള്ളത് എല്ലാവരെയും പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാ പാർവതിയുടെ കൊച്ചാട്ടോ ഇത്തവണ ചിട്ടി എടുത്തത്. അപ്പോൾ ഷെറിലിനാണ് ചിട്ടി വീണത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ ചിട്ടി ഷെറിലിൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ. വന്ദന, മിനി ചേച്ചി, രാഖി, ഇതാണ് ഷെറിലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത ചിട്ടിയുള്ളത് ദിവ്യ. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ, അതാണ് നമ്മൾ. അപ്പോൾ ഇതിങ്ങനെ ചിട്ടിയൊക്കെ കൂടി കഴിയുമ്പോൾ ഇതിങ്ങനെ നറുക്കെടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നെക്സ്റ്റ് മന്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കാണുകയും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ പിന്നെ കാണലൊക്കെ കുറവായിരിക്കും, കാരണം എല്ലാവരും ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. മിക്കവാറും വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവർക്കൊക്കെ രാവിലെ പോയാൽ രാത്രി വരുള്ളൂ, ഒരു സാറ്റർഡേ സൺഡേ കിട്ടുള്ളൂ. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ അവർ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ കാണാനുള്ള ഒരു ചാൻസ് നമുക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺസ് ഇൻ എ മന്ത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത ഒരു സംരംഭമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ദൃശ്യയുടെ സെക്കൻഡ് ബേബി ആട്ടോ, അത് 1 year ആയത്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ, റെജീന, ഇത് മിനി ചേച്ചി, രാഖി, വന്ദന, ഇങ്ങനെ. അപ്പം അമ്മച്ചീനെയും ഒക്കെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുക കേട്ടോ എല്ലാവരും. എനിക്ക് കുറച്ച് കോൾഡും കഫൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ മാസ്കൊക്കെ ഇട്ടാട്ടോ പോയത്, കൊച്ചു കുട്ടികളൊക്കെ വന്നതല്ലേ എന്നോർത്ത്. ഇതാ ദിവ്യ നമ്മുടെ തൊട്ട് 2 വീട് അടുത്ത് ആണ് ദിവ്യ. ധന്യ ഉണ്ട് കേട്ടോ. പക്ഷെ ധന്യക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതാണ് കുറച്ച് ലേറ്റായി ധന്യ എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം സ്നാക്സൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നറുക്കെടുപ്പ് നടത്തണേക്ക് മുമ്പ് തന്നെ. ഇപ്പോൾ ധന്യ ജോയിൻ ചെയ്തു. ഇതാണ് മക്കൾ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരു നല്ലൊരു ഗ്യാതറിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.